ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ എൻ്റെ കല്യാണ ഡ്രസ്സും പിന്നെ കുറേ മെമ്മറീസും ഓരോ ഡ്രസ്സും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പല പല ഡ്രസ്സസും ഞാൻ കാണിച്ചു തരാം. ഓരോ ഡ്രസ്സിൻ്റെ ബാക്കിലും ഓരോ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം. ഞാനിപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവില്ല എന്നിട്ടാ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലുള്ള സമയത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ട് തിരിച്ചു പോയി. കാര്യം തിരിച്ചു പോകാൻ നോക്കുമ്പോൾ എനിക്കെന്തോ ചെയ്യാനൊരു സമയം കിട്ടിയിട്ടുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തിനാണ് ഇതിപ്പോൾ ചെയ്യുന്നതെന്നുള്ള വിചാരിച്ച് അങ്ങനെ ചെയ്യാണ്ട് വെച്ചതേനു. പിന്നെ ഇപ്പോൾ എനിക്കിത് ചെയ്യാൻ ഓർമ്മ വന്ന എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പെട്ടിയിലാണ് ഞാൻ എൻ്റെ കല്യാണ ഡ്രസ്സെല്ലാം ഇട്ട് വെച്ചിന്. ആദ്യം നമ്മൾ വാർഡ്രോബിൽ തന്നെ വെച്ചിനേനു, ഒരു ഷെൽഫിൽ അങ്ങനെ തന്നെ വെച്ചതേനു. പിന്നെ നോക്കുമ്പോൾ നമുക്ക് കുട്ടികളെല്ലാം ആവില്ലേ, അങ്ങനെ കുട്ടികളെല്ലാം ആയി എന്താ പറയുക ഇന്നും ആലും എല്ലാം ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മൾ വാർഡ്രോബിൽ വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഞാനൊരു പെട്ടിയിലാക്കി വെച്ചതാണ്. ഈ ഒരു പെട്ടിയില്ലേ, പണ്ട് എൻ്റെ ഉപ്പ ഗൾഫിലുള്ള സമയത്ത് ഉപ്പാൻ്റെ പെട്ടിയാണ് കേട്ടോ ഇത്. ഉപ്പ സൗദിയില അല്ലെ സലാലയില അങ്ങനെ ഇങ്ങനെയുള്ള സമയത്ത് ഉപ്പ യൂസാക്കിയ പെട്ടിയാണെന്ന് തോന്നിയത്. അങ്ങനെ അപ്പോൾ അതിൽ ഞാൻ ആവശ്യമില്ലാത്തൊരു പെട്ടിയുള്ളതുകൊണ്ട് അങ്ങനെ ആ ഒരു ട്രാവലറിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഞാൻ ഓപ്പൺ ആക്കുക. ഇതിൻ്റെ ലോക്കെല്ലാം കണ്ട ഇങ്ങനത്തെ ലോക്കല്ലാന്ന് ഞാൻ എന്തെല്ലോ പറയുന്നുണ്ട്, പക്ഷേ വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈക്കൊന്നും യൂസ് ആക്കിയിട്ടില്ലേനു. അതുകൊണ്ട് ഞാൻ അതെല്ലാം കട്ടാക്കി കൊടുത്തതാണ്. ഇതാണ് എൻ്റെയും ഇക്കാൻ്റെയും വെഡ്ഡിങ് ഡ്രസ്സസ്. പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒക്ടോബർ വരുമ്പോൾ 11 വർഷമാവും കേട്ടോ. അപ്പോൾ 11 വർഷം ബാക്കിലുള്ള 11 വർഷം പഴക്കമുള്ള ഡ്രസ്സസ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലത്തെ ആയിരിക്കില്ല, കുറേ വർഷം ബാക്കിലല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത്. ഈ ഒരു സ്കൈ ബ്ലൂ ലെഹങ്ക ഇതില്ലേ നമ്മൾ കല്യാണത്തിന് ഒരു 3-4 ഡ്രസ്സ് ഇടുമല്ലോ. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ അന്ന്, വെഡ്ഡിങ് ഡേൻ്റെ അന്ന് ഇപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചാളെല്ലാം വന്ന് ഡ്രസ്സെല്ലാം മാറ്റി തന്ന് അങ്ങനെയല്ലേ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. കൊണ്ടുവന്നിട്ട് മാറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. ഇതൊരു ലെഹങ്ക. ഇത് ഞാൻ തന്നെ കുറേ ആയിപ്പം ഇങ്ങനെ ഈ കല്യാണ ഡ്രസ്സെല്ലാം എടുത്ത് നോക്കിയിട്ട്, അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ നോക്കില്ലേനോ ഇതാന്നല്ലേ ലെഹങ്ക എന്നെല്ലാം വിചാരിച്ചിട്ട്. കാര്യം കുറേ ആയല്ലോ നോക്കിയിട്ട്. അന്നേരം നമുക്കൊരു ഫ്രഷ് പോലെ തോന്നുമല്ലോ, നമുക്ക് ഒരു എന്താ പറയുക കുറേ കാലം കൂടി തുറന്ന് നോക്കുമ്പോൾ. പിന്നെന്താ ഇതൊരു സ്കൈ ബ്ലൂ കളറാണ്, പിന്നെ നല്ല വെയിറ്റും ഉണ്ട് അങ്ങനെ. പിന്നെന്താ ഇതിന് കുറേ മെമ്മറീസൊന്നും ഇല്ല, പക്ഷേ ഇതെപ്പോഴും ഇതല്ലേ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് നോക്കാം. നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി തന്ന് ഇതിട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവെല്ലാം ചെയ്തത്. അങ്ങനെ ആ ഒരു മെമ്മറീസ് ഇങ്ങനെ ഇത് കാണുമ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇതേനു കേട്ടോ കല്യാണ ഡ്രസ്സ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം ആരല്ലോ ചോദിച്ചിട്ടുണ്ടേനു. ഇതിൻ്റെ ടോപ്പൊക്കെ എന്തായാലും ഇപ്പം പാകമാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് കാണിക്കാത്തത്. കുറച്ച് ടൈറ്റ് ആയിരിക്കും. അന്നേരം മീഡിയം, ഇപ്പം ഞാൻ ലാർജ് എക്സലെല്ലായി അങ്ങനെ. പിന്നെ അടുത്തതൊരു സാരിയാണ് കേട്ടോ. ഇത് കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് തന്നെ രാവിലെ മാറ്റൂലേ ആ ഒരു ഡ്രസ്സാണ്. ഇതൊരു നല്ലൊരു വൈബ്രൻറ്റ് റെഡ് കളറുള്ളൊരു സാരിയേനു. പിന്നെ എന്താ പറയുക, ഇത് ഇത്താത്തയില്ലേ സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റർ നമ്മൾ കണ്ണൂരിലെ സിസ്റ്റം വെച്ചിട്ട് സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സ് അങ്ങനെയല്ലാന്ന് ആ ഒരു ടൈമിൽ ഡ്രസ്സ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് എനിക്ക് ഇത്താത്ത ഉള്ളതുകൊണ്ട് ഇത്താത്തേനു ഈ സാരി എടുത്തിന്. ഇത് നല്ല രസമുള്ളൊരു സാരിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു സാരി മാത്രമാണ് ഞാൻ രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന സമയത്തേനും. പിന്നെ ഈ ഒരു സാരി ഇത് കല്യാണത്തിൻ്റെ അല്ല, കല്യാണം കഴിഞ്ഞിട്ടൊരു റിസപ്ഷൻ ഉണ്ടാവില്ലേ. റിസപ്ഷൻ മീൻസ് നമ്മളെ നാട്ടിൽ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും എന്നല്ല പറയാം, സൽക്കാരം ഉണ്ടാവില്ലേ. ഇക്കാൻ്റെ വീട്ടിലേക്കും പോവും, ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്കും സൽക്കാരം ഉണ്ടാവും. കുറച്ച് ആൾക്കാരും റിലേറ്റീവ്സും അങ്ങനെയെല്ലാം വന്നിട്ട്, അങ്ങനെ സൽക്കാരത്തിന് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതും അന്നൊരു ദിവസം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ സൽക്കാരത്തിൻ്റെ സാരി കേട്ടോ. പക്ഷേ ഇത് നല്ല രസമുണ്ട് ഇപ്പം കാണാൻ. പിന്നെ ഇത് തലേ ദിവസം കല്യാണ തലേന്നെങ്ങാനും കല്യാണ തലേന്ന് ഇട്ടിട്ടുള്ള സാരിയാണ്. മൈലാഞ്ചിൻ്റെ അന്നില്ലേ, ഇത് ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന്
എടുത്തു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഞാൻ അന്നത്തെ ദിവസം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിപ്പം തോന്നുന്നു ഞാൻ കാണുന്നത് തന്നെ. പക്ഷേ ഇങ്ങനെ എപ്പോഴെങ്കിലും കുറേ ഇപ്പം നോക്കിയിട്ട് തന്നെ കുറേ വർഷമായി തോന്നുന്നു. അങ്ങനെ ഇതെല്ലാം അവിടെ സൂക്ഷിച്ച് വെക്കും, അത്ര തന്നെ. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ കല്യാണത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സസ് കേട്ടോ. പിന്നെ വേറെന്താ, പിന്നെയും കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്, അന്ന് വെച്ചിട്ടുള്ള നെറ്റിച്ചുട്ടി അതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പണ്ടേ എന്താണെന്നറിയില്ല, ഇങ്ങനെ പാർട്ടി വെയർ ഇടാനോ അല്ലെങ്കിൽ സാരി ഇടാനോ അങ്ങനെയൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലേനു. ഇപ്പം ആയാലും അങ്ങനെ തന്നെ, എനിക്ക് സാരി ഇടാനൊന്നും ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ആകെ ഉള്ള സാരി എന്ന് പറയാനാവും പഴയ അന്ന് കല്യാണത്തിൻ്റെ ടൈമിലുള്ളത് മാത്രം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഒരു സാരി ആയിട്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല, തീരെ വാങ്ങിയിട്ടില്ല. ഇത് രണ്ടും മാത്രമേ എനിക്കുള്ളൂ, ഇത് 2-3 മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. പിന്നെ എന്ത് പരിപാടി വന്നാലും ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു ഡ്രസ്സാണ് സാരി. ഇട്ടാലങ്ങനെ ഊരി വീഴുന്ന പോലെ ഉണ്ടാവും, അതുകൊണ്ട് എനിക്ക് സെറ്റാവില്ല. പിന്നെ ഇത് ഇക്കാൻ്റെ ഇത് വെഡ്ഡിങ് ഡേൻ്റെ അന്നുള്ളതാണ് ഈ ഒരു സ്യൂട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് മെഹന്തിക്കുള്ള, പക്ഷേങ്കിൽ അന്നേരമൊന്നും നമ്മളങ്ങനെ മെഹന്തിക്ക് ഇക്കാൻ്റെ വീട്ടിലുണ്ടാവുക, ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ. ഇതിൻ്റെ അടിയിലൊരു നല്ലൊരു കുർത്തിയും വൈറ്റ് പാൻറ്റേനും കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇക്കാൻ്റെയിൽ. പിന്നെ ഒരു ഡ്രസ്സും കൂടിയുണ്ട് നിക്കാഹിൻ്റെ ടൈമിലുള്ള. നിക്കാഹ് മീൻസ് നമ്മളെ മുസ്ലിം സിസ്റ്റത്തിൽ കല്യാണം എന്ന് പറയുന്ന മെയിൻ ഒരു സംഭവമാണ് നിക്കാഹ്. ഈ നിക്കാഹിന് അധികം ആളും വൈറ്റ് തന്നെ ഇടുക. മീൻസ് ആ നിക്കാഹ് എല്ലാവരും എന്നല്ല, പക്ഷേങ്കിൽ അധികം ആൾക്കാരും വൈറ്റ് ഡ്രസ്സ് തന്നെ ഇടാം. അന്നേരം നിക്കാഹിൻ്റെ ടൈമിലിട്ട വൈറ്റ് ഷർട്ടാണ് കേട്ടോ. ഇതും ഭയങ്കര പ്രഷ്യസാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ വെഡ്ഡിങ് ഡ്രസ്സസ്. ഇനി ഞങ്ങൾക്ക് വേറെയും കുറച്ച് ഐറ്റംസ് എല്ലാം കാണിക്കാനുണ്ട് കേട്ടോ. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ഹേസൽ റെൻ്റൽ ഓർണമെൻറ്റ്സും റെൻ്റൽ ഡ്രസ്സസും ബ്രൈഡ്സിൻ്റെ ഡ്രസ്സസ് വിലയുള്ള ഷോപ്പാണ്. ഇത് മട്ടന്നൂരാണ് കേട്ടോ വരുന്നത്. മട്ടന്നൂർ ഉള്ളവരും അല്ലെങ്കിൽ കണ്ണൂരുള്ളവരും അറിയാത്തവരുണ്ടാവും, അറിയാൻ ബാക്കിയുള്ളവരുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ ഇവർ ഓപ്പൺ ചെയ്തിട്ട്. ഇതൊരു അടിപൊളി കുറേ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ എങ്ങൾക്ക് ഒന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ശരിക്കും കുറേ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലെഹങ്കാസും ഗൗൺസും എല്ലാം ആയിട്ട്. ഇതിപ്പം ഹാൻഡ് വർക്കിലെല്ലാം വരുന്നതാണ്. എല്ലാം റെൻ്റ് ചെയ്യുന്നുണ്ട് ഇവർ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയാലോ, 1 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്കും എല്ലാം റെൻ്റായിട്ട് വന്നിട്ട് എടുക്കാം. ഇത് ഭയങ്കര റേറ്റിനുള്ള ഡ്രസ്സസ് എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൻ്റെ റെൻറ്റിന്, മീൻസ് ആ ഒരു റെൻറ്റ് ആ ചെറിയൊരു പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ സ്പെഷ്യൽ ഒക്കേഷനെല്ലാം ഇതേപോലെ നല്ല ഡ്രസ്സസ് ഇടാം. പിന്നെ ഇത്രയും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഭയങ്കര വിലപിടിപ്പുള്ള ഡ്രസ്സൊന്നും ഒരൊറ്റ ദിവസത്തേക്ക് വാങ്ങണ്ട എന്നുള്ള കോൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഇത് റെൻറ്റിങ് ഓപ്ഷൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മളധികം യൂസാക്കാണ്ട് അങ്ങനെ തന്നെയല്ല വെക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ലെഹങ്കാസും ഗൗൺസും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മട്ടന്നൂർ ലിങ്ക്സ് മാളിൻ്റെ അടുത്ത് ശോഭിത അല്ലുള്ള ഒരു കോംപ്ലക്സ് ഇല്ലേ, ആ ഒരു കോംപ്ലക്സിലാണ് കേട്ടോ വരുന്നത്. ശോഭിത ടെക്സ്റ്റൈൽസ് എല്ലാം ആ സെയിം കോംപ്ലക്സിൽ നേരെ സൈഡിലായിട്ട് തന്നെയാണ് വരുന്നത്, ലിങ്ക്സ് മാളിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. നിങ്ങളെ ഡ്രസ്സസ് റെൻറ്റിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞ കുറേ പഴക്കമുള്ള ഡ്രസ്സല്ല, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരെല്ലാം ഡ്രസ്സ് നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരേൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവർ റെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് എന്നുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്കും തരും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്റ്റ് ചെയ്യും. ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പാർട്ടീസും അല്ലെങ്കിൽ കല്യാണവും എല്ലാം വരുന്നുണ്ടെങ്കിൽ ഒന്ന് കല്യാണമുള്ള ബ്രൈഡ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. കാര്യം ഇവിടെ കുറേ ജ്വല്ലറീസിൻ്റെ എല്ലാം കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം റെൻറ്റ് ചെയ്യുന്ന ജ്വല്ലറീസ് തന്നെയാണ്. ഹിന്ദുസിൻ്റെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ഏത് ബ്രൈഡിനുള്ള എല്ലാ ടൈപ്പ് ജ്വല്ലറീസും ആൻറ്റീക്കും ഇങ്ങനെ സ്റ്റോൺ വരുന്നതും പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസും എല്ലാം ഉണ്ട്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ജ്വല്ലറി കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം എല്ലാവരും റെൻറ്റ് തന്നെയല്ലേ ചെയ്യുന്നത്.
പിന്നെ ഇതാ അറബിക് നൈറ്റിനേക്ക് വേണ്ടുന്ന ഇതേപോലത്തെ ജ്വല്ലറീസ് ഇല്ലേ, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഫേസിൽ വെക്കുന്നൊരു സംഭവമാണ്, നല്ല രസമായി. ഇപ്പം എല്ലാവരും ഇങ്ങനെ അറബിക് നൈറ്റായിട്ടും 2-3 ദിവസത്തെ കല്യാണങ്ങളിലില്ലേ, അപ്പോൾ അതിനേക്കെല്ലാം ഉള്ള ജ്വല്ലറീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇവർ സെയിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. കിഡ്സിനുള്ള ഇതേപോലത്തെ ബാംഗിൾസും നല്ല ക്വാളിറ്റി ഉള്ള ബാംഗിൾസ് തന്നെയാണ്. പിന്നെ ഇത് ബ്രൈഡ്സിനുള്ളത്, ഇതെല്ലാം റെൻ്റ് ഔട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. കുറേ നല്ല രസമുള്ള കളക്ഷൻ ഉണ്ട്. ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവരെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. പിന്നെ ഇതെല്ലാം ബ്രൈഡിനുള്ള ഇങ്ങനെ കയ്യിൽ ഹാങ് ചെയ്തിടുന്ന ആ ഒരു സംഭവമില്ലേ, അതാണ്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ ഇതും ഇവർ സെയിൽ ചെയ്യുന്ന ബാങ്കിൽ തന്നെ. ഇത് റെൻറ്റിൻ്റെ അല്ല, ഇങ്ങനത്തെ ബാങ്കിലെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഇതൊന്ന് വാങ്ങിന്. പിന്നെ ഇതും ഇതിൻ്റെ വേറൊരു പീസും കൂടി ഞാൻ വാങ്ങിന് കേട്ടോ. ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ടിടുന്നതാണ്, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്നതാണ്. പിന്നെ ഇതിൽ നിന്നും ഒരു പീസ് ഞാൻ വാങ്ങിന് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ ജ്വല്ലറീസോ എല്ലാം റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവരെ ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്തോ. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിന്. പിന്നെ നിങ്ങൾ വെഡിങ് ഡ്രസ്സസ് ഇവർക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോ കേട്ടോ. ഇനിയിപ്പോൾ ബാക്ക് ടു ആൻഡ് ഡ്രസ്സസ്. ഇത് ഒരു 10 വർഷം ബാക്കുള്ള ഞാൻ ഇതേപോലെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വാങ്ങിയതും പിന്നെ കല്യാണം കഴിഞ്ഞതിന് മുന്നേയൊക്കെ കൊണ്ടു തന്നതും എല്ലയിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അതിൽ ഈ ഒരു മെറൂൺ കളർ ഡ്രസ്സില്ലേ, അതാണ്. ഇതെനിക്ക് നമ്മളെ കല്യാണം കഴിയുന്നതിന് മുന്നേ 2012 ഇത് ശരിക്കും 12 വർഷം ബാക്കുള്ള ഒരു ടോപ്പാണ് കേട്ടോ. കല്യാണം കഴിയുന്നതിന് മുന്നേ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടേനു കല്യാണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലില്ലേനു, ഒമാനിലേനുള്ളൂ. അപ്പം നാട്ടിലുള്ള സമയത്ത് ഒമാനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ അല്ല യാത്ര ചോദിക്കാനെല്ലാം വരുവേനു. അങ്ങനെ ഒരു പ്രാവശ്യം ഒമാനിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് കൊണ്ട് തന്ന ഡ്രസ്സേനു കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നിട്ടുള്ള ഡ്രസ്സായത്. ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും ഒരു ഇന്നറും ഷോളും എല്ലാം ഉണ്ടേനു. പക്ഷേ അതെല്ലാം കളഞ്ഞുപോയി. ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചതിന്. പിന്നെ ഇതിനൊരു ബെൽറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സ്റ്റോണായിട്ട് വരുന്ന. അതിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിയതാന്ന് തോന്നുന്നത്. അപ്പോൾ ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഞാൻ ഡ്രസ്സ് ഇടുമ്പോൾ എല്ലാത്തിൻ്റെ ഒക്കെയും ബെൽറ്റ് ഇടും. എന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല. ഇങ്ങനത്തെ ലൂസ് ഫിറ്റെല്ലാം ആകുമ്പോൾ ഞാൻ അന്നേരം ബെൽറ്റ് ഇടുവേനു. ഇംഗ്ലീഷ് സൈഡിൽ കാണുന്ന ഫോട്ടോ ഇല്ലേ, ഈ ഡ്രസ്സ് കൊണ്ടു തന്നതിന് ശേഷം ഞാൻ ഇട്ടിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തതാണ്. അന്നേരം ഞാൻ അങ്ങനെയും 2012 ഏകദേശം 12 വർഷം ബാക്ക്. അങ്ങനെ ഇതെൻ്റെ മോസ്റ്റ് പ്രഷ്യസ് ഡ്രസ്സാണ്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ 1-2 ഡ്രസ്സ് കാണിക്കാം. അതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒമാനിന് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ട് തന്നിട്ടുള്ളതേനു കേട്ടോ. അതും ഇതിനും എല്ലാം ഒരു 9 വർഷം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 9 വർഷത്തെല്ലാം ബാക്ക് ഉള്ള ഒരു മോഡലാണ് ഇതെല്ലാം. ഇങ്ങനത്തെ ടോപ്പും അങ്ങനെ ഇങ്ങനത്തെ സ്ലീവ്ലെസ് എല്ലാം ആകുമ്പോൾ ഞാൻ ഇന്നറും ഫുൾ സ്ലീവ് ഇന്നറും പാൻറ്റും അതെല്ലാം. ഇത് ശരിക്കും സിംഗിൾ ഡ്രസ്സാണ്, പക്ഷെ നമ്മളിടുമ്പോൾ അതിന് ഫുൾ ബോഡി കവറാകുന്ന പോലത്തെ സംഭവങ്ങളെല്ലാം ഇടും കേട്ടോ, ഇന്നേഴ്സും അതെല്ലാം യൂസാക്കിയിട്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പം ഒന്നും ആയിട്ടില്ല. അന്നേരമെല്ലാം ഞാൻ കുറേ യൂസാക്കിയ ഡ്രസ്സാണ്, പക്ഷേ എങ്കിൽ എടുത്തു വെച്ചുകൊണ്ട് ഒന്നും ആയിട്ടില്ല. പിന്നെ ഇത് ഞാനും ഇക്കയും കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഒരുമിച്ച് ഷോപ്പ് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് പുറത്ത് ഡ്രസ്സ് വാങ്ങാൻ പോയിട്ട് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. നമ്മളെ കണ്ണൂരിലെ 11ാമത്തെ ദിവസം ഒരു സ്പെഷ്യലുണ്ട്. എന്നാൽ അതിൻ്റെ കാരണം എനിക്കറിയില്ല, പക്ഷേങ്കിൽ അന്നത്തെ ദിവസം ഡ്രസ്സെല്ലാം എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും മിക്കാൻ പോയിട്ട് 2 ഡ്രസ്സ് എടുത്തനേനു. അതിൽ ഇത്, മറ്റേ ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല, ഒമാനിലുണ്ട്. അന്നേരം ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോകുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയിനു, ആടെ ഞാൻ സൂക്ഷിച്ച് വെച്ചിന്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സേനു, ഭയങ്കര രസേനു കാണാൻ. ഇപ്പം കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഒരുമിച്ച് പോയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് പോലും എനിക്ക് ഓർമ്മയുണ്ട്. ഇനി 2000 രൂപയേനു കേട്ടോ റേറ്റ്. നമ്മൾ പോയ ഷോപ്പിൽ എന്തോ ഒരു ഓഫർ ഉണ്ടായിട്ട്
ഓൾമോസ്റ്റ് 3000 സംതിങ് ഉള്ള ഡ്രസ്സിന് 2000 സംതിങ്ങിന് നമുക്ക് കിട്ടി. ഭയങ്കര അങ്ങനെ സന്തോഷമായിട്ട് എടുത്തൊരു ഡ്രസ്സേനു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് പോയിന് ഊട്ടിയിലേക്ക്. അന്നേരം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ പോയിന്. അതിലുള്ളൊരു പിക്ക് ഞാൻ സൈഡിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾട്ടർ ചെയ്താൽ അന്നേരം ഭയങ്കരമായിട്ട് ഓൾട്രേഷൻ ചെയ്തിന്. അത് ലൂസാക്കി എനിക്ക് ഇപ്പം പോലും ഇടാൻ പറ്റും അത്. പിന്നെ ഇത് ഈ ഒരു പച്ച കളർ ഡ്രസ്സില്ലേ, ഇതെനിക്ക് ഇക്ക കല്യാണം കഴിഞ്ഞിട്ടൊരു 4ാമത്തെ ദിവസം എങ്ങാനും ഇക്ക കോഴിക്കോട് പോയിന്. വേറെ എന്തോ ഒരു ആവശ്യത്തിന് ഇക്ക ഒറ്റയ്ക്ക് പോയതേനു കേട്ടോ. അങ്ങനെ കോഴിക്കോട് ഏതോ ഒരു ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സാണ്. ആദ്യം കാണിച്ചതാണ് നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങിയത്. ഇത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈം നമുക്ക് വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഓവർ നല്ല ഫ്ലെയർ വരുന്ന ഒരു ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് കളർ തീരെ ഇഷ്ടമല്ലേനു. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൻ്റെ തൊട്ട അയൽവക്കത്ത് ഒരു നെയ്ബറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വീക്ക് ഡിസ്റ്റൻസിൽ ഒരു കല്യാണം 1 വീക്ക് ഗ്യാപ്പിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് ഞാൻ ആ പച്ച ഡ്രസ്സേനു ഇട്ടാണ്. പിന്നെ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇതിൻ്റെ എല്ലാം സൈസ് ഞാൻ നോക്കലേനു. എന്നിട്ട് ഞാൻ മീഡിയാന്ന് യൂസ് ആക്കൽ. പക്ഷേങ്കിൽ ഇത് നമ്മൾ കണ്ണൂർ പെട്ടിത്തുണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റർ ഉണ്ട്. പെണ്ണിൻ്റെ കല്യാണം കഴിയുന്ന ടൈമിൽ ബ്രൈഡിന് ഉള്ള ഡ്രസ്സ് മൊത്തത്തിൽ ഡെയിലി വെയർ ആയാലും പുറത്തു പോകുമ്പോഴുന്ന ഡ്രസ്സായാലും കുറേ ഡ്രസ്സ് ഒരു വലിയ ട്രോളിയിൽ നിറച്ചും ഡ്രസ്സ് കൊണ്ടുപോകും കല്യാണത്തിൻ്റെ അന്ന്. അപ്പം അങ്ങനെ ആ ഒരു പെട്ടിയിലുള്ള ഡ്രസ്സേനു ആ ബ്ലാക്ക് ഇട്ടാ. പിന്നെ വേറെ ഇതില്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം ഇക്കാൻ്റെ വീട്ടിൽ ഇക്കാൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോളെ കല്യാണം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷനേനു കേട്ടോ ഇക്കാൻ്റെ വീട്ടിൽ. അങ്ങനെ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു പാർട്ടി വെയറാണിത്. ആ സമയത്ത് ഞാൻ പാർട്ടി വെയറൊന്നും എടുക്കില്ലേ ഇല്ലേനു. ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത ആ ഒരു ഡ്രസ്സായത്. ഇത് ഒരു 8 വർഷം എങ്ങാനും പഴക്കം ഉണ്ടാവുമായിരിക്കും എനിക്ക് തോന്നുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു 1 വർഷം അങ്ങനെ എങ്ങാനും കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ആ ഒരു ഫംഗ്ഷൻ വന്നിന്. അപ്പോൾ അന്നേരം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാമാണ്. ഇങ്ങനെ ഓരോ ഡ്രസ്സിനും കുറേ കഥകളുണ്ട്. പക്ഷേ എല്ലാം കൂടി ഞാൻ പറയാൻ നിന്നാൽ കുറേ ലെങ്ത് ആവും വീഡിയോ. പിന്നെ ഇതാ ഈ 2 ഡ്രസ്സില്ലേ, ഇത് ആ സമയത്ത് വീട്ടിൽ നിന്നിടാൻ വേണ്ടിയിട്ട് ഞാനും മിക്കും ഒരു പ്രാവശ്യം കണ്ണൂർ പോയ സമയത്ത് വാങ്ങിയതേനു കേട്ടോ. ഇത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുകയും ചെയ്തിന്. ഇങ്ങനെ ടോപ്പ് ഇനിയിപ്പം വൈറ്റ് കളർ ലെഗിങ്സും അങ്ങനെ ലൈറ്റ് ഇന്നറും എല്ലായിട്ടും ഇടുന്നതാണ്. അങ്ങനെ ലേസെല്ലാം വരുന്നത് ഇതല്ലേനു ആ സമയത്തുള്ള മോഡൽ ഇട്ടാ. അങ്ങനെ ഇത് രണ്ടും അങ്ങനെ തന്നെ. ഞാൻ കുറേ പ്രാവശ്യം വീട്ടിൽ നിന്നെല്ലാം ഇട്ട ഡ്രസ്സ് തന്നെ അത്. പിന്നെ ഫസ്റ്റ് ടൈം ഇക്കങ്ങൾക്ക് കൊണ്ടുതന്നൊരു മാക്സി ലെങ്ത് ഡെയിലി വെയർ ഡ്രസ്സാണ് കേട്ടോ ഇത്. അന്നേരം ഞാൻ ഇതുപോലത്തെ മാക്സി ഡ്രസ്സേന് യൂസ് ആക്കൽ വീട്ടിൽ നിന്ന്. പക്ഷേങ്കിൽ അന്നേരം കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. അന്നേരം യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അല്ലാണ്ട് തന്നെ കാണുന്നവരെല്ലാം ചോദിക്കും ഇതായിരുന്ന വാങ്ങിയിരുന്ന്. ഇതെല്ലാം ഞാൻ ഒമാനിൽ നിന്നാണ് വാങ്ങൽ. പണ്ടേ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഒമാനിൽ തന്നെയാണ് ഇതുപോലത്തെ മാക്സി ഡ്രസ്സസ് ഡെയിലി വെയർ വീട്ടിൽ നിന്ന് ഇടാനുള്ള വാങ്ങൽ. പിന്നെ ഞാൻ പഴയ ഫോട്ടോസെല്ലാം ഞാൻ ഉണ്ടെങ്കിൽ സൈഡിലേക്ക് കൊടുക്കാം കേട്ടോ. ഇതിട്ടിട്ടുള്ളതെല്ലാം ഉണ്ടാവും. കുറേ വർഷം പഴക്കമുള്ളതാണ്. ഇന്നും ചെറുതിലുള്ളവരും എല്ലാം ഉള്ളതാണ്. ഇപ്പം ലാസ്റ്റ് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് വരെ അതിലിട്ട് നെയ്റ്റി കണ്ടിട്ട് മാക്സി ഡ്രസ്സ് കണ്ടിട്ട് കുറേ ആൾ ചോദിച്ചിന്. ഞാനെല്ലാം ഒമാനിന്നാണ് കേട്ടോ വാങ്ങൽ. അങ്ങനെ ഇതെല്ലാം അങ്ങനെ വെറുതെ അവിടെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഗൗണാണ്. കഴിഞ്ഞെന്ന് തോന്നിട്ടാ. ഈ ഒരു ഗൗണും കൂടി കാണിച്ചിട്ട് ഞാൻ എൻഡാക്കാം. കുറേ ആകുമ്പോൾ ഇങ്ങക്കും ബോറാവില്ലേ. ഇത് ഇന്നൂനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് മോളെ ഇനിയാനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പെരുന്നാളിന് വാങ്ങിയതാണ്. ഒരു ഹജ്ജ് പെരുന്നാളിന് വാങ്ങിയൊരു ഗൗണാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഇങ്ങനെ പ്രഗ്നൻസി ടൈമിലുള്ള ഫോട്ടോസെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാനിതിൽ കൊടുക്കുന്നില്ല. എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഉണ്ട്. ഞങ്ങൾക്ക് ഷെയർ ആക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കാണിക്കാനില്ല. പിന്നെ എൻ്റെ യൂണിഫോമും പിന്നെ ഈ വ്ളോഗ് എൻ്റെ യൂണിഫോമും ബാഗും എല്ലാം കാണിച്ചിട്ടുള്ളൊരു വ്ളോഗ്. ഇതെല്ലാം യൂണിഫോം ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലുള്ളതിനു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നേരം ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിന്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോട്ടെ. സ്കൂൾ മെമ്മറീസ് എല്ലാം ഷെയർ ആക്കിയിട്ടൊരു വ്ളോഗ് ചെയ്തിനേനു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ മോസ്റ്റ് മെമ്മറബിൾ അല്ലെങ്കിൽ ഭയങ്കര മറക്കാൻ പറ്റാത്ത ലൈഫിലെ മൊമെൻറ്റ്സിലുള്ള ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ് കളക്ഷൻസ്. ഇത് എൻ്റെ മാത്രം ഇപ്പം കാണിച്ചത്. കുട്ടികളതും ഇതുപോലെ കുറേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇങ്ങനെ എടുത്തു വെക്കുന്ന കൂട്ടത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ആക്കുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇനിയൊരു പുതിയ വ്ളോഗോ റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.